ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ സത്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഋഷിയുടെ ഈ ഒരു ഫേക്ക് കേസ് കുറേ പേരിലാണ് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഷാരിക എന്നുണ്ടെങ്കിൽ കെവിനെ കാണാനായിട്ടും പോകുന്നുണ്ട്. കെവിനെ താൻ പ്രണയിക്കുന്നത് പോലെ നടിക്കുകയാണെന്നും എന്നിട്ടാണ് ഈ സത്യങ്ങളൊക്കെ കണ്ടെത്തിയെന്നും ദേവികയോട് പോലും ഷാരിക എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടും നന്നായെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ദേവിക ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞെന്ന് വെച്ചാൽ ഷാരികയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കും. അതോടുകൂടിയിട്ട് ഈ കള്ളക്കളികളെല്ലാം കെവിനും തന്നെ എല്ലാവരും അറിയും. അതുകൊണ്ടൊക്കെ തന്നെ ഷാരിക എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിപൂർവ്വം തന്നെയാണ് കാര്യങ്ങളൊക്കെ നീക്കുന്നത്. ഋഷിയുടെ കൊലപാതകം ഷാരികയുടെയും കെവിൻ്റെയും ഇടയിൽ ഒരു സംസാര വിഷയമായിട്ട് വരുന്നുണ്ട്. കെവിൻ പറയുന്നുണ്ട് നന്ദനാണ് ഈ കൊലപാതകം ഒറ്റയ്ക്ക് ചെയ്തെന്ന്. കെവിൻ എന്നുണ്ടെങ്കിൽ പറയുന്ന സമയത്ത് ഷാരിക എന്നുണ്ടെങ്കിൽ എടുത്തടിച്ച പോലെ പറയുന്നുണ്ട്, അതായത് ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ പുറകിൽ ഏതോ സംഘമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കെവിൻ എന്നുണ്ടെങ്കിൽ ആകെ ഷോക്കാവാണ്. അത് പറയുമ്പോൾ ഉള്ള കെവിൻ്റെ മുഖത്തെ ആ ഒരു പേടിയും കണ്ണിലെ പേടിയും എല്ലാം കാണുമ്പോൾ തന്നെ ഷാരിക ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്. അതായത് ഈ കെവിനും ഇസബെല്ലയും ചേർന്നിട്ടാണ് നന്ദനെ ഈ ഒരു കുടുക്കിൽ പെടുത്തിയിരിക്കുന്നത് എന്നൊരു സത്യം ഷാരിക എന്നുണ്ടെങ്കിലും മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും ഇതോടുകൂടിയിട്ട് ഇനിയുള്ള എല്ലാ സത്യങ്ങളും ഷാരിക തന്നെ കെവിനിൽ നിന്ന് മനസ്സിലാക്കും. ഏതായാലും കെവിനാണെന്നുണ്ടെങ്കിൽ ഇസബെല്ലയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. കെവിൻ്റെ മുഖത്തുള്ള ഒരു പരിഭ്രാന്തി കണ്ടിട്ട് ഇസബെല്ല ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട്, അതൊക്കെ തന്നെ നീ എൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കുകയാണ്. നിന്റെ ഭാവം തന്നെ കണ്ടാൽ എനിക്കറിയാം, ഞാൻ അറിയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നിന്റെ മനസ്സിലുണ്ട്, അതെന്താണെങ്കിലും തുറന്നു പറയും എന്ന് പറയുമ്പോൾ തന്നെ കെവിൻ പറയുന്നുണ്ട്, ഹരിസാറ് നന്ദനെ അന്വേഷിച്ച് വന്നില്ലേ, അതോടുകൂടിയിട്ടാണ് എനിക്കിങ്ങനെ പേടിയായത് എന്ന് പറയുമ്പോൾ തന്നെ ഇസബെല്ല പറയുന്നുണ്ട്, എനിക്ക് നീ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. ഏതായാലും നീ എന്നെ കൊണ്ട് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ പറയണം. നന്ദൻ്റെ അവസ്ഥയും നിനക്ക് ഇപ്പോൾ അറിയാലോ. എൻ്റെ കൂടെ നീയായാലും ഇത്രയും നാൾ നിന്നു, പക്ഷെ എപ്പോഴെങ്കിലും എന്നെ ചതിക്കാനാണ് നോക്കണമെങ്കിൽ എനിക്ക് ആളും തരൊന്നുമില്ല. ഞാൻ എന്തായാലും അവനെ തീർത്ത് കളയും. ഇപ്പം നന്ദൻ്റെ കാര്യം തന്നെ നിനക്കറിയാലോ എന്ന് പറയുമ്പോൾ തന്നെ കെവിനാന്നുണ്ടെങ്കിൽ ആകെ അമ്പരുന്ന പോലെ നിൽക്കുന്നുണ്ട്. നിന്റെ കൂടെ എല്ലാത്തിനും നിന്നത് ഞാനല്ലേ, എന്നിട്ടിപ്പോൾ നീ എന്നെ കൊല്ലുമെന്നാണോ പറയണത് എന്നെല്ലാം ഇങ്ങനെ കെവിനാന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്കങ്ങനെ ആളും തരൊന്നുമില്ല, എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണം ചെയ്യും എന്നിങ്ങനെ മുഖത്തടിച്ച പോലെ ഇസബെല്ല എന്നുണ്ടെങ്കിൽ പറയാണ്. പിന്നീട് ദേവിക എന്നുണ്ടെങ്കിൽ മുരളിയെ കാണാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് മുരളിക്ക് പോലും അറിയാത്ത പല സത്യങ്ങളും ദേവിക എന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട്. ഏതു നേരവും പ്രഭാവതി കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാർഗവയ്ക്ക് പോലും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റണില്ല. ഏതായാലും ദേവിക ഒരു കാര്യം കൂടി അവരോടായിട്ട് പറയുന്നുണ്ട്, നന്ദു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അത് അങ്ങനെയല്ല, നന്ദു ഇല്ലാതെയും എനിക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ എത്രത്തോളം ബോൾഡാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പോവാണ് എന്നെല്ലാം ഇങ്ങനെ ദേവിക പറയുന്നുണ്ട്. നിന്റെ ജീവിതം കളഞ്ഞിട്ട് നീ ഇങ്ങനെ ഒരു തീരുമാനം പെട്ടെന്നൊന്നും എടുക്കണ്ട എന്നെല്ലാം ഗൗരി പറയുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട്, അതങ്ങനെയല്ല, ഇതാണ് എൻ്റെ ജീവിതം. എന്നെ അത്രത്തോളം സ്നേഹിക്കണമെങ്കിൽ ഇസബെല്ലയുടെ ആ ചതിയിൽ നന്ദു വീഴില്ലായിരുന്നു. എനിക്കതുകൊണ്ടൊക്കെ തന്നെ ഇനി നന്ദുമായിട്ട് ഒരു ജീവിതമില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ദേവിക എന്നുണ്ടെങ്കിൽ ആളൊരു സോഫ്റ്റായ ആളാണ്. നന്ദൻ ഇപ്പോൾ കരഞ്ഞ് കാണിച്ചാൽ ദേവിക എന്തായാലും പഴയ പോലെ ആവാനാണ് ചാൻസ് കൂടുതലും. ഏതായാലും ഇതേ സമയം ഇസബെല്ലയെ കാണാനായിട്ട് ദേവിക എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിന്റെ നാടകമെല്ലാം ഇന്നത്തോടെ നിർത്തിക്കോ, ഇതിനെല്ലാത്തിനും തന്നെ നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇസബെല്ല എന്നുണ്ടെങ്കിൽ ആകെ അമ്പരന്ന് പോവുകയാണ്. അതായത് നന്ദനും ഇസബെല്ലയെ വിട്ട് ഇപ്പം പോയി. കെവിനാന്നുണ്ടെങ്കിലും രണ്ട് വെള്ളത്തിൽ കാലിട്ട പോലെയാണ് നിൽക്കുന്നത്. ഇനി എല്ലാവരും കൂടി തന്നെ ചതിക്കോ എന്നൊരു പേടി ഇസബെല്ലയ്ക്കാന്നുണ്ടെങ്കിൽ വരുന്നുണ്ട്. അപ്പോൾ വരാൻ പോണ എപ്പിസോഡ്സിൻ്റെ റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.